എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഭഗവതി അമ്മ. ഹാപ്പനകോടിലാണ് താമസം, തിരുവനന്തപുരം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസ് കാരണം ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും. എനിക്ക് ഇപ്പോൾ വയസ്സ് 67 ഉണ്ട്. എൻ്റെ 65ാമത്തെ വയസ്സിൽ ലിവർ സിറോസിസ് ആയിട്ട് വന്നിട്ട് എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. 2 വർഷമായി എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഇതിന് ഏക കാരണം ഡയബറ്റിക്കാണ്. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് ഞാൻ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് കാരണം ഇത് മൂത്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു അസുഖം വരാൻ കാരണം. ഡയബറ്റീസിന് ഞാൻ ഏകദേശം ഒരു 30 വർഷം കൊണ്ട് ഞാൻ മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഡയറ്റ് പ്ലാൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ മധുരം കഴിക്കില്ല എന്നുള്ളതല്ലാതെ വീട്ടിൽ കഴിക്കില്ല, വെളിയിൽ പോകുമ്പോൾ അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അതാണ് വളരെ ഞാൻ അതിനകത്ത് ഡയബറ്റിക്കിന് ഒരു പേഷ്യൻ്റ് എന്തൊക്കെയാണോ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ചിലപ്പോൾ സമയത്ത് നമുക്ക് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ചിലയിടത്ത് പോകുന്ന സമയം, ടൂറായിട്ട് എന്തെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ കഴിക്കേണ്ടത് അത് നമുക്ക് കിട്ടാതെ വരും. അത് ഒരു ഫുഡിൽ വരുന്ന ഇതാണ്. പിന്നെ വേണ്ടത് എക്സസൈസ് ആണ്. ആ എക്സസൈസ് നമ്മൾ ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരും. ഇതൊക്കെ ഏത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും നമുക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറും. കാരണം ആ ലൈഫ് സ്റ്റൈൽ മാറുന്നില്ലേ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക്. ആ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ തന്നെ അതിൻ്റെതായ ഡെയിലി ഇതിനകത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മാറ്റം വന്നിരുന്നെങ്കിൽ എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കില്ലല്ലോ. ഞാൻ അത്ര ശ്രദ്ധിക്കാതെ പോയതിലാണ് എനിക്ക് ലിവർ സിറോസിസ് വന്നതും ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ സ്റ്റേജിലെത്തിയതും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഞാൻ ചെറിയ ചിട്ടവട്ടങ്ങൾ ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു. നോക്കിയിരുന്നാലും ഈ വളരെ ചെറുപ്പത്തിലാണ് എനിക്ക് വന്നതേ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അത്രയും പഴക്കം വന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ ലിവറിന് ഒരു പെട്ടെന്നൊരു ഇത് വരികയും ലിവർ സിറോസിസ് ആയിട്ട് മാറുകയും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നതും അതുകൊണ്ടാണ്. ചെലവ് നമ്മൾക്ക് കണക്ക് കൂട്ടി ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ചെലവെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ 10-30 വർഷം കൊണ്ട് മരുന്ന് കഴിക്കുക. അതിൻ്റെതായ ബാക്കിയുള്ള ചുറ്റുകാര്യങ്ങളും ഡയബറ്റീസ് കഴിക്കുമ്പോൾ നമ്മൾ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആ മരുന്നിന്റെ മാത്രമല്ല ചെലവുകൾ, പല പല കാര്യങ്ങളും വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് കൂടുകയും ചെയ്യും. ആ കൂടുന്ന സമയത്ത് നമ്മുടെ ചെക്കപ്പിന് പോകുന്നത്, പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ആ പൈസയുടെ കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനേ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടി വെക്കാറില്ല ആരും. അതൊരു വലിയ മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും എനിക്ക് ഈ പ്രായം വരെ, ഈ 65 വയസ്സ് വരെ എനിക്കത് നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. എത്ര കാലമായി ഇവിടെ ചികിത്സ തുടങ്ങിയിട്ട്? ഇവിടെ ചികിത്സ കറക്റ്റ് എനിക്കിപ്പോൾ 1 വർഷമായി. പോയ ജാനുവരി തുടങ്ങിയതാണ്. ഈ ജാനുവരി 30-ാം തീയതി ആകുമ്പോൾ എനിക്ക് 1 വർഷം. ഇത്രയും സമയം കൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി? ഡയബറ്റീസിൽ എന്തൊക്കെയാണ് വ്യത്യാസം വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു എങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് 200-250 റേഞ്ചിൽ എനിക്ക് ഉണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. കാരണം എൻ്റെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ കുറേ മരുന്ന് ലിവറിന്റെ കഴിക്കണം. ഇടയിൽ ചെറുതായിട്ടൊരു ഹാർട്ട് പ്രോബ്ലം വന്നു, അതിന്റെ മരുന്ന് കഴിക്കണം. നാച്ചുറലായിട്ട് ഈ സമയത്ത് ഡയബറ്റിക് നമുക്ക് ഷൂട്ടാവും. ആ രീതിയിൽ നല്ലോണം ഷൂട്ടായ സമയത്താണ് എൻ്റെ ഒരു കണ്ണിനും പ്രോബ്ലം വന്നു. ആ സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴാണ് പറഞ്ഞത് ഈ കണ്ണിന്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഷുഗർ കുറയണം. ഇത്രയും സമയം കൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ഇപ്പൊ ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റേ അല്ല. എനിക്കിപ്പോ 115-110 ആ റേഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ നോട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആവും. അത് തന്നെയാണ് വലിയൊരു നേട്ടം. ഇപ്പൊ ഞാൻ ഡയബറ്റിക്കിന്റെ മരുന്നോ ഇല്ലെങ്കിൽ ഇൻസുലിനോ ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. മരുന്നും കഴിക്കുമായിരുന്നു, ഇൻസുലിൻ എടുക്കുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഇൻസുലിനും ഇല്ല, മരുന്നും കഴിക്കുന്നില്ല. ശരീരഭാരത്തിന് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഡയബറ്റിക്കിന് മെയിൻ എന്ന് പറയാൻ ഫുഡാണ്. പിന്നെ കുറച്ച് നമ്മളാൽ ചെയ്യുന്ന ഈ പ്രായത്തിലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകൾ വളരെ സിമ്പിളാണ്. സോ ആ എക്സസൈസും നമ്മുടെ ഫുഡിൻ്റെ കുറച്ച് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ഇതിലുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുന്നതും ഡയബറ്റിക്കിൻ്റെ ഒരു ആവശ്യമാണ്, പേഷ്യൻറ്റിന് അതൊരു ആവശ്യമാണ്. ഡയബറ്റീസ് ഉള്ള ആളുകളോട് എന്താ പറയുന്നത്? ഡയബറ്റിക് ഉള്ള ആൾക്കാരോട് ഞാൻ കൈ തൊഴുത്ത് പറയുകയാണ്, ദയവ് ചെയ്ത് എന്നെ പോലെ ഡയബറ്റിക്കിനെ ഒരു നിസ്സാരമായിട്ട് കരുതരുത്. നമ്മൾ ചെറുപ്പത്തിലേ എനിക്ക് വന്നതാണ്. ആ ചെറുപ്പത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടായിരിക്കാം ഞാൻ അതിനകത്ത് അധികം ശ്രദ്ധ കാണിച്ചില്ല. അന്ന് നടന്നിരുന്നു, ഓടിയിരുന്നു, ജോലി ചെയ്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു, വീട്ടു ജോലി. ആരും പറയില്ലായിരുന്നു എനിക്ക് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുള്ളത്. പക്ഷെ ഞാനായിരുന്നു എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു മുൻകരുതൽ ഞാൻ എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഓപ്പറേഷന് ഞാൻ ഇടയായതും ഈ ഡയബറ്റിക് കുറയ്ക്കാൻ ഈ പ്രായത്തെ ഞാൻ ഇങ്ങനെ നിർബന്ധിതയായിരുന്നു. അതിന് ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. കഴിയുന്നതും ഞാൻ കൺസൾട്ട് ചെയ്തതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ വളരെ വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ആ ജീവിതാനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം.